സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 6 മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ലെസണാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി ഫിനിഷ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും അത് കാണുക കേട്ടോ. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് ജോമെട്രിയാണ്, ബേസിക് ഐഡിയാസ് ഓഫ് ജോമെട്രി. എന്തൊക്കെയാണെന്ന് അറിയാമോ? പോയിൻറ്റ്സ്, ലൈൻസ്, റേസ്, ലൈൻ സെഗ്മെൻറ്റ്, ആംഗിൾസ്. നമ്മൾ പ്ലെയിൻ ജോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. ആൻഡ് വിൽ ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് മോർ അഡ്വാൻസ്ഡ് ടോപ്പിക് ഇൻ ജോമെട്രി സച്ച് ആസ് എ കൺസ്ട്രക്ഷൻ, അനാലിസിസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ്. പല ഷേപ്പുകളുടെ കൺസ്ട്രക്ഷനൊക്കെ ഇനി നമ്മൾ പഠിക്കുന്നതിന് ബേസായിട്ട് വരുന്നത് ഈ ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ പറയുന്നത് പോയിൻ്റ് എന്ന് പറയുന്ന ജോമെട്രിയുടെ ഐഡിയ ആണ്. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുത്ത് എന്നുള്ള അർത്ഥം, ഒരു ഡോട്ട്. അതായത് നമ്മളൊരു പെൻസിൽ കൊണ്ടോ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുത്തിടുന്നു. ഇതിനെ നമ്മൾ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ പോയിൻറ്റിന് എപ്പോഴും നമ്മളൊരു പോയിൻ്റ് എടുക്കുമ്പോൾ ആ ഒരു പോയിൻറ്റിന് ഒരു പേരുകൂടി നമ്മൾ എടുക്കും. എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ആയിട്ടാണ് നമ്മളിത് കാണുന്നത്. നോക്കാവുന്നത്. മാർക്ക് എ ഡോട്ട് ഓൺ ദ പേപ്പർ വിത്ത് എ ഷാർപ്പ് ടിപ്പ് ഓഫ് പെൻസിൽ. ദ ഷാർപ്പർ the tip, the thinner will be the dot. This tiny dot will be give us an idea of a point. അപ്പോൾ നമ്മളൊരു പെൻസിൽ വെച്ച്, നല്ല ഷാർപ്പണ് ചെയ്തൊരു പെൻസിൽ വെച്ച് ഒരു പേപ്പറിലേക്ക് ഒരു ഡോട്ട് ഇടുന്നു, ഒരു കുത്തിടുന്നു. അതായത് എ പോയിന്റ് ഡിറ്റർമിൻസ് ദ പ്രിസൈസ് ലൊക്കേഷൻ ബട്ട് ഇറ്റ് വാസ് നോ ലെങ്ത്, ബ്രെഡ്ത്ത് ഓർ ഹൈറ്റ്. ഒരു പോയിന്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ലെങ്ത് ഇല്ല, ബ്രെഡ്ത്ത് ഇല്ല, ഹൈറ്റും ഇല്ല. സം മോഡൽസ് ഫോർ ദ പോയിന്റ് ആർ ഗിവൺ ബിലോ. ദ പോയിൻറ്റഡ് എൻഡ് ഓഫ് എ നീഡിൽ തന്നിട്ടുണ്ട്. ദ ഷാർപ്പൻഡ് എൻഡ് ഓഫ് എ പെൻസിൽ, പിന്നെ ഒരു കോമ്പസിൻ്റെ എൻഡും തന്നിട്ടുണ്ട്. ഇതെല്ലാം ചെറിയൊരു ഡോട്ട് പോലെ ഇങ്ങനെ പോയിൻ്റ് പോലെ മാത്രം നിൽക്കുന്നതാണ്. ആൻഡ് ഇഫ് യു മാർക്ക് 3 points on the piece of paper, you may require distinguish these 3 points. For this purpose, each of the 3 points may be denoted by a single capital letter. നോക്കിയേ, ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ പോയിന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു സിംഗിൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു പേരൂടെ കൊടുക്കും. ഒരു സിംഗിൾ ക്യാപിറ്റൽ ലെറ്ററൂടെ അതിൻ്റെ കൂടെ എഴുതും. അപ്പോൾ അത് പോയിന്റ് Z, പോയിന്റ് K എന്നൊക്കെ നമ്മൾ വായിക്കുകയും ചെയ്യും. ഇവിടെ നമുക്ക് 3 കൊടുത്തിട്ടുമുണ്ട്. Z, P and T. These points are read as point Z, point P, point T. Of course, the dots represent precise location must be imagined to be the invisibly thin. വളരെ ചെറിയ ഒരു ലൊക്കേഷൻ, ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയിന്റുകൾ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ലൈൻ സെഗ്മെൻ്റ് എന്ന് പറയുന്നത്? ഫോൾഡ് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് അൺഫോൾഡ് ഇറ്റ്. ഡു യു സി എ ക്രീസ്? ദിസ് ഗിവ്സ് us ഐഡിയ ഓഫ് എ ലൈൻ സെഗ്മെൻറ്റ്. അതായത് ഒരു പേപ്പർ എടുക്കുക, അത് മടക്കുക. മടക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പാട് കിട്ടും, മടക്കുന്ന പാട്. അതിനെ ക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രീസിൽ നമുക്ക് 2 പോയിൻറ്റ്സ്, ആ മടക്കിനകത്ത് 2 പോയിൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും, എയും ബിയും. മാർക്ക് എനി 2 points എ ബി ആൻഡ് ദ ഷീറ്റ് ഓഫ് പേപ്പർ. ട്രൈ ടു കണക്ട് എ ആൻഡ് ബി ബൈ വേരിയസ് റൂട്ട്സ്. ഇനി എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് ഏതൊക്കെ രീതി, ഇപ്പോൾ ഇത് എന്നും ബിന്നും എടുത്ത 2 പോയിൻ്റാണ് പേപ്പറിൽ. ഇത് നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരയ്ക്കാം, പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞൊരു വര വരയ്ക്കാം, അല്ലേ? പിന്നെ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ. അപ്പം നമുക്ക് പല വിധത്തിൽ ഇതിന് വരയ്ക്കാം. ഇവിടെ ഒരു എ ബി എന്ന് പറയുന്ന ഒരു വര വരച്ചിട്ട് അതിന് പല എന്താ പറയുന്നത്, എയിൽ നിന്ന് ബിയിലേക്ക് എത്താനുള്ള വഴികൾ കൊടുത്തിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ പല വഴികളും. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് റൂട്ട് ഫ്രം എ ടു ബി? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ട് ഏതാണ്? അതാണ് ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്, സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചേക്കുന്നത് കേട്ടോ. ആൻഡ് ഷോൺ ഹിയർ ഈസ് കോൾഡ്. ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ലൈൻ സെഗ്മെൻറ്റ്. ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എ ബി എന്നുള്ളതിൻ്റെ ലൈൻ സെഗ്മെൻറ്റ് എന്നത് മേളിൽ ഇങ്ങനെ ഒരു വര കൊടുക്കും, എ ബി. അപ്പോൾ ലൈൻ സെഗ്മെൻറ്റ് എ ബി ആണ്. നമുക്ക് ഈ ഇങ്ങനെ എഴുതിയാൽ നമ്മൾ വായിക്കേണ്ട എങ്ങനെയാണ് ലൈൻ സെഗ്മെൻറ്റ് എ ബി. ദ പോയിന്റ് എ ആൻഡ് ബി ആർ കോൾഡ് ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ്. ഇനി നമ്മൾ ലൈൻ സെഗ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം ഇങ്ങനെ എ ബി എന്ന് പറഞ്ഞല്ലോ, ഇത് എ, ഇത് എ, ഇത് ബി. ലൈൻ സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് ഈ എയും ബിയും
എൻഡ് പോയിൻറ്റ്സ് ആണ്. അതായത് ഇവിടെ ഇങ്ങോട്ടും പിന്നെ ഇല്ല, ഇവിടെ ഇങ്ങോട്ടും ഇല്ല. മനസ്സിലായോ? ലൈൻ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിന് 2 എൻഡ് പോയിൻറ്റ്സ് ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ എ ബിന്നോ സി ഡിന്നോ ഒക്കെ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ പോയിൻ്റ് എന്ന് പറഞ്ഞപ്പം ഒരു ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തു. ലൈൻ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്യാപിറ്റൽ ലെറ്റേഴ്സ് ചോദിക്കും. ആ 2 ക്യാപിറ്റൽ ലെറ്റേഴ്സും എന്താണ്? ലൈൻ സെഗ്മെൻറ്റ് സീരിയൽ ലൈൻ സെഗ്മെൻറ്റ് എ ബി എന്ന് പറഞ്ഞാൽ ആ എയും ബിയും അല്ലെ സിയും ഡിയും എന്ന് പറയുന്നത് അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ആണ്, അറ്റത്തെ 2 പോയിൻറ്റുകൾ. ഇനി എന്താണ് ലൈൻ എന്നുള്ളതാണ്. ഇമാജിൻ ദാറ്റ് ദ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം എ ടു ബി and is extended beyond A in one direction and beyond B in the other direction without any end. This is the model for a line. Do this, you think you can draw a complete picture of a line? No. Why? നോക്കിയേ, ഇവിടെ എ എന്നും ബി എന്നും ഉള്ള 2 ലൈൻ സെഗ്മെൻറ്റ്. അതായത് ഇവിടെ ലൈൻ സെഗ്മെൻറ്റ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എൻഡ് പോയിൻറ്റും ബി മറ്റേ എൻഡ് പോയിൻറ്റുമാണ്. ഇനി ഈ എൻഡ് പോയിൻറ്റുകൾ നീട്ടുന്നു നമ്മളിങ്ങോട്ട്, ബിയും അങ്ങോട്ട് നീട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ ലൈൻ എ ബി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ എ ബി എന്ന് പറയുന്നതിന് എൻഡ് പോയിൻ്റ് ഇല്ല. അത് ഇങ്ങോട്ടും നീട്ടിക്കൊണ്ടിരിക്കാം, മറ്റേ സൈഡിലോട്ടും നീട്ടിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നുണ്ടേ ദാ ഇങ്ങനെ ഒരു ആരോ ഇട്ടാണ് എ ബി എന്ന് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇതിനെ നമുക്ക് എൽ എന്ന് ഡിനോട്ട് ചെയ്യാം. എൽ എന്നാണ് സാധാരണ ഒരു ലൈനിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ലൈൻ സെഗ്മെൻറ്റ് എ ബി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെറിയൊരു വര മാത്രം കൊടുത്ത് എ ബി എന്നെഴുതുക. ഇനി അതല്ല, ലൈൻ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും ആരോ കൊടുത്ത ശേഷം എ ബി എന്നെഴുതുക. അത് ലൈൻ എ ബി ആണ്. സാധാരണ എൽ എന്നും എം എന്നും ഒക്കെയാണ് നമ്മൾ ലൈനിന് ഡിനോട്ട് ചെയ്യുന്ന പേര്. ഇനി a ray is a portion of a line that start one point called the starting point or initial point of the ray and goes endlessly to one direction. And this following the models. അതായത് റേ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പ്രകാശത്തിൻ്റെ എല്ലാം അത് റേ എന്ന് പറയുന്നത് അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ടായിരിക്കും, പക്ഷെ അതിന് എൻഡ് പോയിൻ്റ് ഇല്ല. മനസ്സിലായോ? അപ്പോൾ എ ബി എന്ന് നമുക്ക് പേര് കൊടുത്തല്ല, റേ എ ബിയുടെ അർത്ഥം എന്താണ്? അതിന് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, പക്ഷേ എൻഡ് പോയിൻ്റ് ഇല്ല, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ലൈൻ എന്ന് പറഞ്ഞാൽ 2ലും എൻഡ് പോയിൻ്റ് ഇല്ല, അത് 2 ഡിറക്ഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ലൈൻ. ഇനി ലൈൻ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിന് 2ഇടത്തും എൻഡ് പോയിൻ്റ് ഉണ്ട്, അതാണ് എയും ബിയും. അപ്പോൾ ലൈൻ സെഗ്മെൻറ്റ്, റേ, ഇത് 3 മനസ്സിലായല്ലോ. Look at the diagram of a ray. 2 points are marked on it. One is a starting point A and other is a point P, and path of the ray we can denote is as by A P. ഇനി അപ്പോൾ നമ്മൾ അത് ഡിനോട്ട് ചെയ്യുമ്പോഴും അതുപോലെ ഞാൻ പറഞ്ഞല്ലോ എ ബി എന്നാണേ അതിന് ഒരറ്റത്ത് നമ്മൾ ലൈനിന് കൊടുത്ത പോലെ ആരോ കൊടുക്കണം, മറ്റേത് ലൈൻ സെഗ്മെൻറ്റ് പോലെ ഇതിങ്ങോട്ട് പോകത്തില്ല, അത് അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ റേ എ ബി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്, റേ എ ബി. ഇനി ഫിഗർ ഇറ്റ് ഔട്ട്. റിഹാൻ മാർക്ക്ഡ് എ പോയിന്റ് ഓൺ ദ പീസ് ഓഫ് പേപ്പർ. ഹൗ മെനി ലൈൻസ് ക്യാൻ ബി ഡ്രോ ദാറ്റ് പാസ് ത്രൂ ദ പോയിന്റ്? റിഹാന് ഒരു പേപ്പറിൽ ഒരു പോയിന്റ് ഇട്ടു, അതിന് ആ ലൈനിൽ ആ പോയിന്റിലൂടെ എത്ര ലൈൻ വരയ്ക്കാം? ലൈൻ വരയ്ക്കുമ്പം എത്ര വേണേലും നമുക്ക് നീട്ടാം എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ കൊടുക്കണം കേട്ടോ, ആരോ കൊടുക്കാം. എത്ര എണ്ണം വേണേലും നമുക്ക് ആ ഒരു പോയിന്റിലൂടെ വരയ്ക്കാം. ഇനി എന്നാൽ ശീതൽ നോക്കി 2 പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 2 പോയിന്റിലും അപ്പോൾ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഈ 2 പോയിന്റും കൂടെ ചേർത്ത് എത്ര ലൈൻ വരയ്ക്കാം? only 1, ഒറ്റ ലൈനെ വരയ്ക്കാൻ പറ്റൂ. ഇങ്ങനെ 2 പോയിന്റ് ഉണ്ടെങ്കിൽ ഈ 2 ലൈനും കൂടെ ചേർത്ത് ഒറ്റ ലൈൻ മാത്രമേ വരയ്ക്കാൻ പറ്റൂ. പക്ഷെ ഒരു പോയിന്റിനകത്തൂടെയാണെങ്കിൽ നമുക്ക് എത്ര ലൈൻസ് വേണേലും വരയ്ക്കാൻ പറ്റും. ആ പോയിന്റിനകത്തൂടെ വരണമെന്ന് മാത്രമേ ഉള്ളൂ. ലൈക്ക് ദിസ്. അപ്പം ഇത് എത്രയാണ്? ഇൻഫൈനൈറ്റ് നമ്പറാണ് വരുന്നത് ആൻസർ. ഇതിൽ only 1.
Name the line segment in figure 2.4. Which of the 5 marked points are on exactly one of the line segment? നോക്കി ഇവിടെ നമുക്ക് എത്ര ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാൻ പറ്റും, എടുക്കാൻ പറ്റുമെന്ന് നോക്കി തന്നിരിക്കുന്നത്. എൽ എം അല്ലേ, ലൈൻ സെഗ്മെൻറ്റ് എൽ എം, ദെൻ ലൈൻ സെഗ്മെൻറ്റ് എം പി അല്ലേ, എം പി ലൈൻ സെഗ്മെൻ്റ് ആണ്. ദെൻ പി ക്യു, പി ക്യു അതും ലൈൻ സെഗ്മെൻ്റ് ആണ്. ദെൻ ക്യു ആർ, ദാറ്റ്സ് ഓൾസോ ലൈൻ സെഗ്മെൻറ്റ്. ഇതിനകത്തിൽ ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു ലൈൻ്റെ ഭാഗമായിട്ട് വരുന്ന എത്ര പോയിൻറ്റുകളുണ്ട് നോക്കിയേ. പി എം, എം പി, പി ക്യു, ക്യു ആർ. അപ്പോൾ ഇതിനകത്ത് എം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, പി റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ക്യു റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, രണ്ട് ലൈൻസിന്. അപ്പോൾ ഒരെണ്ണത്തിന് മാത്രമുള്ളത് ഏതാ? എൽ എന്ന പോയിൻ്റ് എൽ എം എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിനും ആർ എന്ന പോയിൻ്റ് ക്യു ആർ എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിനും മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം, വിച്ച് ആർ ഓൺ ദ 2 ലൈൻ സെഗ്മെൻറ്റ്. ഇനി ഏതൊക്കെ പോയിൻ്റ് 2 ലൈൻ സെഗ്മെൻറ്റിലുള്ളത്? രണ്ടെണ്ണത്തിലുള്ളത് ഏതൊക്കെയാണ്? എം ഉണ്ട് അല്ലേ, ഇതിനകത്തും എം ഉണ്ട്. പിന്നെന്താ അടുത്തതിനകത്ത് പി ഉണ്ടല്ലേ, ഇതിനകത്തും പി ഉണ്ട്, ഇതിനകത്തും പി ഉണ്ട്. അപ്പോൾ പി ഉണ്ട്. ദെൻ ക്യു എന്താ, ഇതിലും ഉണ്ട്, ഇതിലും ഉണ്ട്. അപ്പോൾ എം പി ക്യു എന്ന് പറയുന്ന 3 പോയിൻറ്റ്സും 2 ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. Name the rays shown in the figure 2.5. Is T is the starting point of each these ray. ഇത് ഇവിടെ നമുക്ക് കുറേ റേസ് ഇതിനകത്ത് നിന്ന് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ടി എന്ന് പറയുന്നത് ഒരു ഇനിഷ്യൽ പോയിൻ്റാണ്, നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് റേയിലുണ്ട്. ഇതിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിൻറ്റിലൂടെ പോകുന്ന ഒരു റേ ഉണ്ട്. അപ്പം നമുക്ക് ടി എ അല്ലേ, അപ്പോൾ റേ ടി എ എന്ന് പറയുന്ന ഒരു റേ ഉണ്ട്. ദെൻ ഈ ടിയിൽ നിന്ന് എന്നിലേക്ക് പോകുന്നുണ്ട് പറഞ്ഞാൽ അല്ലേ, എൻ ബി 2 പോയിൻ്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതും നമുക്കെന്താ, പിന്നെ ടി ബി എന്ന് പറയുന്ന ഒരു റേ ഉണ്ട്, അതും റേ ആണ് അല്ലേ. ഈ ഒരു എൻ്റെ മാത്രമേ ഉള്ളൂ നീളാത്തത്, ഇത് നീളുന്നുണ്ട്. അപ്പം ടി എ, ടി ബി, ടി എൻ. അപ്പം ഇതിലെല്ലാം സ്റ്റാർട്ടിങ് എന്താണ്? ടി എന്ന് പറയുന്നതാണ് അല്ലേ. ടി ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് ഈച്ച് ദീസ് റേ. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എല്ലാം ടി ആണ് അല്ലേ. ഡ്രോ എ റഫ് ഫിഗർ ആൻഡ് റൈറ്റ് ലേബൽസ് അപ്രോപ്രിയേറ്റ്ലി ടു ഇലിസ്ട്രേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഇനി റഫായിട്ട് വരയ്ക്കാനാണേ, നോക്കാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ ലൈൻ ഒ പിയും ലൈൻ ഒ ക്യൂവും ഓയിൽ മീറ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പം ഒ പി ഒ ക്യു. അപ്പം നമുക്ക് ലൈൻ വരയ്ക്കാം. ഇതൊരു ലൈൻ ഒ പി, ഒ പി. അടുത്തത് ലൈൻ ഒ ക്യു. ഇവിടെ നിന്നാണ്, ഓയിൽ നിന്നാണ് ഒ ക്യു. രണ്ടും ഒ എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അടുത്തത് റേ എക്സ് വൈ ആൻഡ് ലൈൻ പി ക്യു ഇൻ്റർസെക്റ്റ് ആറ്റ് എം. റേ എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, എക്സ് മറ്റേ വൈ. ആൻഡ് പി ക്യു, ഇത് ലൈനാണ്. പി ക്യു എന്ന് പറയുന്നത് ഒരു ലൈന്, പി ക്യു. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേര്, കൊടുത്തിരിക്കുന്ന പേരെന്താ? എം. കണ്ടോ? ലൈൻ എൽ കണ്ടെയ്ൻസ് എ പോയിന്റ് ഇ എഫ് ബട്ട് നോട്ട് ഡി. ഒരു ലൈൻ, അത് ഇ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിനകത്ത് എഫ് എന്ന് പറയുന്ന വേറൊരു പോയിന്റ് ഉണ്ട്, പക്ഷെ ഡി ഇല്ല. അതിനർത്ഥം എന്താ? ഡി വെളിയിലുള്ള ഒരു പോയിന്റ് കൊടുത്തിട്ട്, ഇപ്പം ഡി എന്ന് പറയുന്നതിന് എന്താ ഒരു പോയിന്റ് കൊടുക്കണം. ഇ എഫ്, ഇവിടെ ഒരു പോയിന്റ്, ദെൻ ഡി, ഇവിടെ ഒരു പോയിന്റ് ഡി എന്നാണ്. പോയിന്റ് പി ലൈസ് ഓൺ എ ബി. ഇനി എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിനകത്ത് ഓക്കെ, എ പി, ഇതിലാണ് പോയിന്റ് പി ഉള്ളത്. ഇപ്പം ഏതെങ്കിലും ഒരു ഭാഗത്ത് പി എന്ന്
നമ്മൾ കൊടുക്കണം. അടുത്തത് ഇൻ ഫിഗർ 2.6 5 പോയിൻറ്റ്സ്, 5 പോയിൻറ്റുകൾ ഏതൊക്കെയാണ്? ഒ ഒരു പോയിൻ്റാ, സി ഒരു പോയിൻ്റാ, ബി പിന്നെന്താ ഇ ഡി ഇതെല്ലാം പോയിൻ്റാ. ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് സൈഡിലേക്കും രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ ആരോ ഉണ്ടാവും, കണ്ടോ? അപ്പം ഡി ബി എന്ന് പറയുന്നത് ഒരു ലൈനാണ്, ഡി ബി. അടുത്തത് 4 റേസ്, 4 റേക്ക് എന്താ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടാവും, എൻഡ് പോയിൻ്റ് ഇല്ല, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒ സി എന്ന് പറയുന്നത്, ഒ ബി എന്ന് പറയുന്നത്, പിന്നെന്താ ഒ ഇ എന്ന് പറയുന്നത്, ഒ ഡി ഇതെല്ലാം റേസ് ആണ്. ഒ ഇ ഒ ഡി ഇതെല്ലാം റേസ് ആണ്. ആൻഡ് 5 ലൈൻ സെഗ്മെൻറ്റ്. ഇനി 5 ലൈൻ സെഗ്മെൻറ്റ് ഓരോന്നും നോക്കണേ. ഇത് 2 പോയിൻ്റ് വരുമ്പോൾ ഒരു ലൈൻ സെഗ്മെൻറ്റ് അല്ലേ. പിന്നെ ഇവിടുന്ന് ഇവിടെ വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ലൈൻ സെഗ്മെൻറ്റ്, ഇത് ഒയിൽ നിന്ന് സിയിലേക്ക് വരുന്ന ലൈൻ സെഗ്മെൻറ്റ്. അപ്പം നമ്മൾ ലൈൻ സെഗ്മെൻറ്റ് എങ്ങനെയാണെന്നേ, ലൈൻ സെഗ്മെൻറ്റ് ഡി ഇ, ലൈൻ സെഗ്മെൻറ്റ് ഒ ഇ, ദെൻ ലൈൻ സെഗ്മെൻറ്റ് ഒ സി, ദെൻ ലൈൻ സെഗ്മെൻറ്റ് ഒ ബി, പിന്നെ അതുപോലെ ലൈൻ സെഗ്മെൻറ്റ് ഇ ബി. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് ലൈൻ സെഗ്മെൻറ്റ് കണ്ടുപിടിക്കണം. 5 ലൈൻ സെഗ്മെൻറ്റ് എഴുതാനേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഹിയർ ഈസ് എ റേ ഒ എ. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഒ ആൻഡ് പാസസ് ത്രൂ ദ പോയിൻ്റ് എ. ഇറ്റ് ഓൾസോ പാസസ് ത്രൂ എ പോയിൻറ്റ് ബി. അതായത് ഇപ്പോൾ ഒയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റേ ബിയിലൂടെ കടന്ന് എയിലൂടെ കടന്നു പോകുന്നു. ക്യാൻ യു ഓൾസോ നെയിം ഇറ്റ് ആസ് റേ ഒ ബി. റേ ഒ ബി എന്ന് നമുക്കിതിനെ പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം. റേ ഒ ബി എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ പറയാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒ ബിയും പിന്നെ ആ റേ അങ്ങോട്ട് നീങ്ങുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറയാൻ പറ്റും. ക്യാൻ വി റൈറ്റ് ഒ എ ആസ് എ ഒ. ഒ എയും റേ ഒ എന്നും എ ഒ എന്ന് പറഞ്ഞാലും ഒരുപോലെയാണ്. അല്ല, എന്താ കാര്യം എന്നറിയാമോ? ഇവിടെ ഒ ആണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്, റേ ഒ എ എന്ന് പറയാം. പക്ഷേ നമ്മൾ ഇവിടെ എ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആക്കിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒ എന്ന് പറയുന്ന പോയിന്റിൽ ഇങ്ങോട്ട് പോരുന്നില്ല. അപ്പോൾ അത് ലൈൻ സെഗ്മെൻ്റായി, അത് റേ അല്ല. എ ഒ എന്ന് പറയുമ്പോൾ അതൊരു ലൈൻ സെഗ്മെൻ്റായിട്ട് മാറി. ഇനി ആംഗിൾ. ആൻ ആംഗിൾ ഈസ് ഫോംഡ് ബൈ 2 rays having a common starting point. Here an angle formed by BD and BE where B is the common starting point. ഇനി നമ്മൾ പറയുന്നത് എന്താണ് ഒരു ആംഗിൾ എന്ന് പറയുന്നത്? 2 റേസ് മീറ്റ് ചെയ്യുന്നു. റേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉള്ള എന്നാൽ എൻഡ് പോയിൻ്റ് ഇല്ലാത്ത ഒരു എന്താ പറയുന്നത്, വരയല്ലേ, നമ്മൾ ലൈനായിട്ടാണ്. ഇനി ഇതുപോലെ 2 എണ്ണം മീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ 2 റേസ് മീറ്റ് ചെയ്യുന്നതിനാണ് നമ്മളെന്ത് ഒരു കോമൺ പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുമ്പോൾ അതിനെ എന്താ പറയുന്നത്? ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ആംഗിളിന് ഒരു പേരിടണം. അതിന് കോമൺ ആയിട്ട് വരുന്ന പോയിന്റിന് പറയുന്ന പേര് വെർട്ടക്സ് എന്ന്. അപ്പോൾ റേ ഇപ്പം നമുക്ക് ഒരു പേരിടാം, എ ബി സി. അപ്പോൾ എ സി എന്ന് പറയുന്ന റേ എ സി എന്ന് പറയുന്നതും റേ എ ബി എന്ന് പറയുന്നതും മീറ്റ് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് മീറ്റ് ചെയ്താൽ അത് നമുക്ക് ആംഗിളായിട്ട് ഫോം ചെയ്യും. ആ കോമൺ പോയിന്റിന് പറയുന്ന പേരെന്താണ്? വെർട്ടക്സ്. ഇനി നമ്മളിങ്ങനെ ഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന 2 ഭാഗങ്ങളില്ലേ, ഇപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഇതിൻ്റെ ഈ 2 ഭാഗങ്ങൾ എ ബി എന്ന് പറയുന്നതും എ സി എന്ന് പറയുന്നതുമായിട്ടുള്ള 2 റേസ് ഉണ്ട്. ഇതിനെ നമ്മൾ ആംസ് എന്നാണ് പറയുന്നത്, ആംസ് ഓഫ് ആൻ ആംഗിൾ. അപ്പോൾ ആംഗിളിൻ്റെ 3 ഭാഗങ്ങളോ അതെ 3 ഭാഗങ്ങൾ, അതായത് ഈ കോമൺ പോയിൻ്റ് പിന്നെ ഈ 2 ആംസ്, അത്രയും ഭാഗങ്ങളാണ് ഒരു ആംഗിളിന് ഉള്ളത്. We can simply use a vertex and say that it was an angle B. To be clearer,
We use a point on each of the arms together with a vertex name the angle. In this case, we name angle as angle DBE or angle EBD. The word angle is replaced by the symbol. ഇവിടെ ഒരു ആംഗിളിൻ്റെ സിമ്പിൾ തന്നിട്ടുണ്ട്. And note that specifying the angle, the vertex is always in the middle tail. ഇനി നമ്മൾ ഇതിന് പേര് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇവിടെ കണ്ടോ, ബി ഡി എന്ന് പറയുന്നതും പിന്നെന്താണ് ബി ഇ എന്ന് പറയുന്നതുമായിട്ടുള്ള രണ്ട് റേസ് മീറ്റ് ചെയ്യുന്നത് ബി എന്ന് പറയുന്ന ഈ പോയിന്റിൽ. അപ്പം നമുക്ക് ആംഗിൾ ഡി ബി ഇ എന്ന് എഴുതാം. ആംഗിൾ ഡി ബി ഇ എന്ന് എഴുതാം. തിരിച്ചെഴുതാം, ആംഗിൾ ഇ ബി ഡി എന്നും എഴുതാം. മനസ്സിലായോ? ഈ നടുക്ക് വരുന്ന ഇതിന് പറയുന്നതാണ് വെർട്ടെക്സ്. അപ്പം നമ്മൾ വെർട്ടെക്സ് എപ്പോഴും എവിടെയാണ് എഴുതേണ്ടത്? നടുഭാഗത്തായിട്ടാണ് പേര് കൊടുക്കുമ്പോൾ ആംഗിളിന് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ആംഗിൾ എന്ന് ഡെനോട്ട് ചെയ്യുന്നതിന് ചെറിയൊരു ആംഗിളിന്, അപ്പോൾ ആംഗിൾ ഡി ബി ഇ എന്ന് കൊടുക്കുക. മനസ്സിലായോ? ഇനി നോക്കിയ വിദ്യ ഒരു ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. കേസ് 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ്. ഇവിടെ അവൾ ബുക്ക് തുറക്കുന്നത് നോക്കിയാൽ ഈ ഒരു ആംഗിളിൽ, അടുത്തത് ഈ ഒരു ആംഗിളിൽ അവൾ ബുക്ക് തുറക്കുന്നത്. ഇതിങ്ങനെ, പിന്നെ തിരിച്ച് ഇങ്ങനെ ഒരു ആംഗിൾ കണ്ടോ. ഇങ്ങനെ ഡിഫറെൻ്റ് ആംഗിളിലാണ് അവൾ ആ ബുക്ക് തുറക്കുന്നത്. അപ്പം നമുക്ക് അറിയാം, ചെറിയൊരു ആംഗിള്, പിന്നെ ഇച്ചിരി കൂടെ വലിയൊരു ആംഗിള്, ദെൻ ഇങ്ങനെ നേരെ വെക്കുന്നു, പിന്നെ തിരിച്ച് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആംഗിളിൽ അവൾ ബുക്ക് വയ്ക്കുകയാണ്. ഡു യു സീ ദ ആംഗിൾസ് ബീയിങ് മെയ്ഡ് ഇൻ ഈച്ച് ഓഫ് ദീസ് കേസ്? ക്യാൻ യു മാർക്ക് ദെയർ ആംസ് ആൻഡ് വെർട്ടെക്സ്? നമുക്ക് അതിൻ്റെ ആംസും വെർട്ടെക്സും ഒക്കെ എഴുതാൻ പറ്റും. ഇതിൻ്റെ ആണെങ്കിൽ ഇപ്പം ഞാൻ എ ബി സി എന്ന് കൊടുക്കുക കേട്ടോ. ഇത് ആംസ് ഏതൊക്കെയാണ്? എ ബിയും ബി സിയും. വെർട്ടെക്സ് ഏതാ? ബി. അങ്ങനെ അടുത്ത ആംഗിൾ ഇതേ ഇങ്ങനെ, ഇങ്ങനെ. ഇതിനെ നമുക്ക് സി ഡി ഇ എന്ന് കൊടുക്കാം. അതിനകത്തിലെ ആംസ് ഏതൊക്കെയാണ്? ആംസ് സി ഡിയും പിന്നെ ഏതാണ്? റേ ഡി ഇയുമാണ്. ആംസ് ഡി എന്ന് പറയുന്നത് എന്താണ്? വെർട്ടെക്സ്. അങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. വിച്ച് ആംഗിൾ ഈസ് ഗ്രേറ്റർ? ദ ആംഗിൾ ഇൻ ദ കേസ് 1 ഓർ ആംഗിൾ ഇൻ ദ കേസ് 2? ഒന്നാമത്തെ രണ്ടാമത്തെ ഏത് ആംഗിളാണ് വലുത്? തീർച്ചയായിട്ടും കേസ് 2വിൻ്റെ ആംഗിളാണ് വലുത്, അല്ലേ? വലിപ്പം കൂടുതൽ ആംഗിളിന്. ജസ്റ്റ് as talk about the size of based on the length, we also talk the size of the angle based on the amount of rotation. എമൗണ്ട് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു സർക്കിളിന് 360 ഡിഗ്രിയാണ് പറയുന്നത്. ഒരു സർക്കിളിൻ്റെ അളവെന്ന് പറയുന്നത് 360 ഡിഗ്രി. അപ്പം നമ്മൾ അതിൻ്റെ റൊട്ടേഷൻ്റെ വ്യത്യാസമാണ് വരുന്നത്. ഇപ്പോൾ റൊട്ടേഷൻ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും, നോക്കിയേ. ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ആംഗിൾസിലേക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. സിമിലർലി ദ ആംഗിൾ ഇൻ 3 ഈസ് ലാർജർ ദാൻ ദാറ്റ് ഓഫ് 2. അങ്ങനെ ഓരോന്നും നമ്മൾ കണ്ടതാണ്. അതായത് അതിൻ്റെ ആംഗിൾ റൊട്ടേഷൻ കൂടുന്നതിനനുസരിച്ച് ആംഗിൾ വലുതായിട്ട് വരുന്നത്. ദ സൈസ് ഓഫ് ദ ആംഗിൾ ഈസ് എമൗണ്ട് ഓഫ് റൊട്ടേഷൻ ഓർ ടേൺ ദാറ്റ് ഈസ് നീഡഡ് അബൌട്ട് ദ വെർട്ടെക്സ് ടു മൂവ് ദ ഫസ്റ്റ് റേ ടു ദ സെക്കൻഡ് റേ. ഒന്നാമത്തെ റേ, ഇത് ഒന്നാമത്തെ റേ ആണെന്ന് വിചാരിച്ചോളൂ. ഇനി രണ്ടാമത്തെ റേ, ഈ രണ്ട് റേക്കും ഇടയ്ക്കുള്ള ഈ അളവ് എമൗണ്ട് ഓഫ് ടേൺ, അതാണ് സൈസ് ഓഫ് ആൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് റേസിന് ഇടയ്ക്കുള്ള എമൗണ്ട് ഓഫ് ടേൺ, എത്ര തിരിഞ്ഞു ആംഗിൾ, കുറച്ചേ തിരിഞ്ഞിട്ടുള്ള ചെറിയ ആംഗിൾ, ഒരുപാട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വലിയ ആംഗിൾ നമുക്ക് കിട്ടും. നെക്സ്റ്റ് നോക്കിയേ, ഇനി കോമ്പസ് ഓർ ഡിവൈഡർ വി ടേൺ ദ ആംസ് ടു ഫോം ആൻ ആംഗിൾ. ഇനി നമ്മൾ ഒരു കോമ്പസ് ആണ്, പിന്നെ അല്ലെങ്കിൽ ഒരു ഡിവൈഡർ, എന്തുവാണേലും ശരി, ഇതെടുത്തേക്കുന്നുണ്ടോ? ഇവിടെ അതുപോലെ തന്നെ നമുക്കൊരു ആംഗിൾ എടുക്കാൻ പറ്റും, കണ്ടോ? ഇവിടെ ഇത് എൻ്റെ വെർട്ടെക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇത് രണ്ടാം ആംസും.
ഇത് രണ്ടും നമുക്ക് അതുപോലെ ഒരു സിസേഴ്സ് എടുക്കുമ്പോൾ ഇങ്ങനെ കണ്ടോ, ഇതിന് 2 റെയിൻ ജോയിൻ ചെയ്ത് ഈ ഭാഗത്തിന് വെർട്ടെക്സ് ആയിട്ട് കൊടുക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ സ്പെക്ടക്കിൾ, വാലറ്റ് ആൻഡ് അതർ. ഇവിടെ കുറച്ച് ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്. അതിലും നമുക്ക് ഇതുപോലെ ആംഗിൾ ഫോം ചെയ്യുന്നത് കാണാം. ഉണ്ടോ? ദെൻ ഇത് അപ്പം ഇതിൻ്റെ എല്ലാം നമുക്ക് ആംഗിൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ പേര് കൊടുക്കുക, വെർട്ടെക്സ് കൊടുക്കുക, എല്ലാം ചെയ്യാം കേട്ടോ. Then can you find the angles in given picture? Draw the rays forming any one of the angle and name the vertex. ഇനി നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് കുറേ റേസ്, അതായത് ഇവിടെ ഡിയിൽ നിന്ന് സിയിലോട്ട് അല്ലേ, ബിയിലോട്ട്, എയിലോട്ട്, ഇത്രയും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആംഗിൾ ഏതൊക്കെ കണ്ടുപിടിക്കാം? ആംഗിൾ സി ഡി ബി, അതുപോലെ ആംഗിൾ ബി ഡി എ. അപ്പോൾ വെർട്ടെക്സ് ഈ നടുക്കത്തെ ഈ അക്ഷരം തന്നെ നടുക്കെഴുതണം എന്നുള്ള കാര്യം മറക്കരുത്. ഇനി അതുപോലെ ഇവിടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് നോക്കി, ഇവിടെ നമ്മൾ ആംഗിൾ ഫോം ചെയ്യുന്നത് കാണിക്കണം. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഈ 2 റേസ്, ഇത് നമ്മൾ പേര് കൊടുക്കണം കേട്ടോ. ഇനി ഇപ്പം ഞാൻ ഓന്ന് കൊടുക്കുകയാണ്, MNPQ. അപ്പോൾ എങ്ങനെയൊക്കെ ഈ ആംഗിൾ MON എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ആംഗിൾ NOQ, ശരിയല്ലേ, NOQ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ദെൻ QOP എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടാക്കാം, MOP. പക്ഷേ നമ്മൾ ഈ എപ്പോഴും വെർട്ടെക്സ് എന്ന് പറയുന്നത് നടുക്ക് കൊടുക്കാൻ മറക്കരുത്. ഡ്രോ ആൻഡ് ലേബിൾ ആൻ ആംഗിൾ വിത്ത് ആംസ് ST ആൻഡ് SR. അതായത് ഇതിന് ST ആൻഡ് SR എന്നൊക്കെ. ST ആൻഡ് SR എന്ന് പറയുമ്പോൾ S ആണ് കോമൺ ആയിട്ട് വരുന്നത്, ST SR കണ്ടോ. അപ്പോൾ S ആണ് അവിടെ എന്ത് വന്നേക്കുന്നത്, വെർട്ടെക്സ് ആയിട്ട് വരുന്നത്. എക്സ്പ്ലെയിൻ വൈ ആംഗിൾ APC cannot be labeled as angle P. ഇനി നോക്കിയ APC, ഇതിനെ നമുക്ക് ആംഗിൾ P എന്ന് പറയാൻ പറ്റത്തില്ല, ആംഗിൾ P എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ആംഗിൾ Pയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന വേറൊരു റേ ഇതിനകത്തുണ്ട് കണ്ടോ. അതായത് ആംഗിൾ APB എന്ന് പറയുന്ന ഒരു ആംഗിളും ആംഗിൾ APC എന്ന് പറയുന്നതിൻ്റെ രണ്ടിൻ്റെ വെർട്ടെക്സ് P, പക്ഷെ അളവ് വ്യത്യാസമുണ്ട്, ശരിയല്ലേ. അതുപോലെ ആംഗിൾ BPC എന്ന് നമുക്ക് എഴുതാം, അതിൻ്റെ വെർട്ടെക്സ് P, പക്ഷേ ഇതിൻ്റെ എല്ലാം ആംസിന് കണ്ടോ വ്യത്യാസം വരുന്നുണ്ട്. അതായത് ചില റേസ് ഒന്നും കോമൺ ആയിട്ട് വരുന്നില്ല. നെയിം ദ ആംഗിൾ മാർക്ക് ഇൻ ദ ഗിവൺ ഫിഗർ. ഫിഗറിൽ തന്നിരിക്കുന്നതിൻ്റെ പേര് പറയാനാണ് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? ആംഗിൾ PTQ, then ആംഗിൾ QTR, then ആംഗിൾ PTR. ഉണ്ടല്ലോ. Mark any 3 points on your paper and are not on the one line. Label them ABC. Draw all possible lines going through pairs of each points. How many lines do you get? Name them. How many angles can you name using ABC? Write them down and mark each of them in with a curve as in figure 2.9. ഇത് 3 പോയിന്റ് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എവിടെയെങ്കിലുമൊക്കെ കൊടുക്കുക, 3 പോയിന്റ്. എന്നിട്ട് നമുക്ക് ഇത് ഓരോന്നിനും ഈ പോയിന്റ് വരത്തക്ക വിധത്തിൽ ലൈൻസ് വരയ്ക്കുക. ഈ ലൈൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് എത്ര ഇപ്പം A B C 3 പോയിന്റ് നമ്മളെടുത്തത്.
ഈ ലൈൻസ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ പേഴ്സായിട്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഈ ആംഗിൾ. അങ്ങനെ നിങ്ങൾക്ക് എത്ര ആംഗിൾ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നാണ് ചോദ്യം. നോക്കി, ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വെർട്ടക്സ് കൊടുക്കുക, ഒരു പേര് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ആംഗിൾ എഴുതുക. ആംഗിൾ എ ഒ ബി, ആംഗിൾ ബി ഒ സി അല്ലേ. അങ്ങനെ അടുത്ത അങ്ങനെ ആംഗിൾ ബി ഒ സി എ ഒ സി, ആംഗിൾ എ ഒ സി. അപ്പം നമുക്ക് 3 ആംഗിൾ 3 പോയിൻ്റ് നമുക്ക് 3 ആംഗിൾ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ 4 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 4 പോയിൻ്റ് വെച്ച് നമുക്ക് എത്ര ആംഗിൾ ഉണ്ടാക്കാൻ പറ്റും നോക്കണം. ഒന്നാമത് 2 3 4 പി പിന്നെ പേഴ്സായിട്ട് എ ബി സി ഡി. ഇത് നമുക്ക് എത്ര ആംഗിൾ ഉണ്ടാക്കാൻ പറ്റുന്നു. ഇവിടെ എം എന്ന് പറയുന്ന ഒരു കോമൺ വെർട്ടക്സും കൂടെ. അപ്പം നമുക്ക് 4 ആംഗിൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എത്ര പോയിൻറ്റ്സ് ഉണ്ടോ അത്രയും തന്നെ ആംഗിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമ്മൾ നാളെ കാണാം കേട്ടോ. താങ്ക് യു.